എല്ലാവർക്കും നമസ്കാരം. സയൻഷ്യ കുന്നംകുളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം +1 ഫോക്കസ് ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഈ വരുന്ന +1 എക്സാമിന് നിങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലെക്ചർ സീരീസാണ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് +1 ചാപ്റ്റർ മാത്തമാറ്റിക്സ് ചാപ്റ്റർ 3 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകളാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഈ വീഡിയോ കണ്ടിട്ട് ഈ ക്ലാസ്സുകൾ മുഴുവനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരു 3-4 ക്ലാസ്സുകളായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത്. 20-25 മിനിറ്റ് വരുന്ന ഒരു ക്ലാസ്സുകളായിരിക്കും ഓരോന്നും. നിങ്ങൾ മുഴുവനായിട്ടും വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഇപ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയിൽ നമുക്ക് ആകെ രണ്ട് ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും പിന്നെ ഒന്ന് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് 2 ആംഗിൾസ്. രണ്ട് ടോപ്പിക്കാണ്. ഇതിനു മുമ്പ് ആംഗിൾസ് ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞിട്ട് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് ഉണ്ടായിരുന്നു, അതുപോലെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് സപ്ലിമെന്ററി മെറ്റീരിയൽ വന്നിരുന്നു. ആ ടോപ്പിക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് ആകെ രണ്ട് ടോപ്പിക്കാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിനകത്ത് നമുക്ക് ആദ്യം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്താണ് എന്ന് പറഞ്ഞ് തുടങ്ങാം. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നോക്കാം എന്താണ് ഇവിടെ നമ്മൾ പഠിക്കണം എന്നുള്ളത്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എല്ലാവർക്കും അറിയുന്ന പോലെ 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. ഒന്ന് സൈൻ, പിന്നെ ഒന്ന് കൊസൈൻ, ടാൻജന്റ്, cosecant, secant and cotangent. ഇങ്ങനെ 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. എന്തായിരിക്കും, എന്തൊക്കെയാ കേട്ടേക്കണേ? സൈൻ അല്ലെ, ഇതിനെ കോസ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഇതാവുമ്പോ ടാൻ, പിന്നെ ഇവിടെ കൊസീക്ക്, ഇത് സീക്ക്, അതുപോലെ തന്നെ ഇതിനെ നമ്മൾ കോട്ട് എന്ന് വിളിക്കും അല്ലെ. എന്താണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്? ഈ പറയുന്നതൊക്കെയാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. എന്തിനാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്? അത് നമുക്കൊരു പ്രത്യേക ചോദ്യമാണ് അല്ലെ. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ യൂസ് എന്താണെന്നുള്ളത്. ഹൈറ്റ് കണ്ടുപിടിക്കാനും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനും, ദൂരെ കപ്പൽ വരുമ്പോൾ കപ്പലിന്റെ പുകക്കുഴലിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കാനും അല്ലെ. അങ്ങനെ പല ഡിസ്റ്റൻസും ഹൈറ്റ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൽ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതല്ലാതെ എന്താണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, അല്ലെങ്കിൽ എന്തിനാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? ഇപ്പോൾ നമ്മൾ നൾ സെറ്റ് പഠിച്ചപ്പോൾ, സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിനകത്ത് നൾ സെറ്റ് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചു എന്തിനാണ് നൾ സെറ്റ്? ഒന്നുമില്ലാത്തതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഒന്നുമില്ലാത്തത് എന്തിനാ സൂചിപ്പിക്കണേ? ചില സമയത്ത് നമുക്കത് ആവശ്യം വരും അല്ലെ. ഒന്നുമില്ലാത്തത് സൂചിപ്പിക്കാൻ നൾ സെറ്റ് ആവശ്യം വരും. അതുപോലെ തന്നെയാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ ബേസിക് ആയിട്ടൊരു കാര്യം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. എന്തായിരിക്കും ആ ഒരു കാര്യം? അതായത് ഇവിടെ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം. ട്രിഗ്നോ ആൻഡ് മെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയാങ്കിളും അതിന്റെ മെഷർമെന്റും ആണ് അല്ലെ. ട്രയാങ്കിളും അതിന്റെ മെഷർമെന്റും ആണ് ട്രിഗ്നോമെട്രിക് അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ട്രയാങ്കിൾ നമ്മളിവിടെ വരയ്ക്കുകയാണെങ്കിൽ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, നമ്മുടെ സൗകര്യത്തിന് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെ ഇരിക്കട്ടെ. ഈ ട്രയാങ്കിളിന് എന്തൊക്കെയുണ്ട്? 2 ടൈപ്പ് മെഷേഴ്സ് ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ് 2 ടൈപ്പ് മെഷേഴ്സ്? ഒന്ന് അതിന്റെ സൈഡിന്റെ ലെങ്ത്, പിന്നെ രണ്ടാമത്തത് അതിന്റെ ആംഗിൾ. 3 ആംഗിൾസും 3 സൈഡ് ലെങ്ത്തും ഉള്ള ഒരു സാധനമാണ്, ഒരു ഫിഗറാണ് എന്ത്? ട്രയാങ്കിൾ. ശരിയല്ലേ? നമുക്കറിയാവുന്ന കാര്യം. ആ ട്രയാങ്കിളിന്റെ മെഷർമെന്റ്സ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പാണ്, ലെങ്ത്തും ആംഗിളും. ലെങ്ത് നമ്മൾ സെന്റിമീറ്ററിലും മീറ്ററിലും കിലോമീറ്ററിലും ഒക്കെയാണ് മെഷർ ചെയ്യുക. ആംഗിൾ നമ്മൾ ഡിഗ്രിയിലാണ് മെഷർ ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ റേഡിയനിൽ നിങ്ങൾ മെഷർ ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ അല്ലെ. റേഡിയനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മെഷർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ
രണ്ട് ടൈപ്പ് മെഷർമെന്റ്സ് ആണ്. ഒന്ന് മെഷർ ചെയ്യാൻ, ഈ ലെങ്ത് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്താ? സ്കെയില് അല്ലെ? സ്കെയിൽ അല്ലെങ്കിൽ ടേപ്പ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ ആംഗിൾ മെഷർ ചെയ്യാൻ നമുക്ക് സ്കെയിൽ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഇങ്ങനെ നമ്മുടെ ബോക്സിനകത്ത് ഇങ്ങനെ കറങ്ങി വരുന്ന ഒരു സാധനം ഉണ്ട് അല്ലെ? അതിനെ നമ്മൾ എന്ത് പറയും? പ്രൊട്രാക്ടർ എന്ന് പറയും. ഇൻസ്ട്രുമെന്റ് ബോക്സിനകത്ത് കാണുന്ന സാധനം, അതാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ അത് രണ്ടും രണ്ടാണ്. ഒന്ന് വളഞ്ഞുകൊണ്ടുള്ള ഒരു മെഷർമെന്റ് ആണ് അല്ലെ? ആംഗിൾ എന്ന് പറയുന്നത് മറ്റേ നേരെയുള്ള ഒരു മെഷർമെന്റ് ആണ്. അപ്പൊ അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പൊ 25 ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു ആംഗിളും 25 സെന്റിമീറ്റർ എന്ന് പറയുന്ന ലെങ്ത്തും കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 25 ഡിഗ്രി പ്ലസ് 25 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 50 സെന്റിമീറ്റർ എന്ന് എഴുതാൻ പറ്റില്ല, 50 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റില്ല. കാരണം അത് രണ്ടും രണ്ട് ടൈപ്പ് മെഷർ ആണ്. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്, ഒരു ട്രയാങ്കിളില് രണ്ട് ടൈപ്പ് മെഷേഴ്സ് ഉള്ളത് കൊണ്ട് ആ ഒരു രണ്ട് ടൈപ്പ് മെഷേഴ്സിനെ, അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആംഗിളിനെ നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്കത് ആഡ് ചെയ്യാം. ലെങ്ത് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് ആഡ് ചെയ്യാം. ലെങ്ത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്പറുമായിട്ട് കണക്ട് ചെയ്താൽ കൺവേർട്ട് ചെയ്താൽ നമുക്ക് അത് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ പറ്റും അല്ലെ? അപ്പൊ അതുകൊണ്ട് ആംഗിളിനെ നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ടൂൾ ആണ് എന്ത്, അല്ലെങ്കിൽ ടൂൾസ് ആണ് എന്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. ഈ പറയുന്ന 6 ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോരോ ടൂൾസ് ആണ്, ഓരോരോ മെഷീൻസ് ആണ് എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്? ആംഗിളിനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം തന്നെയാണ്. ഒരു ട്രയാങ്കിള് ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ബേസ് അല്ലെ, പാദം, ആ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് ഹൈറ്റ്, ലംബം, ആ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസ് കർണം അല്ലെ, ഇങ്ങനെ 3 സൈഡ്സ് ഉണ്ട് നമ്മൾ പഠിച്ചു. 3 ആംഗിൾസ് ഉണ്ട്. ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തതുകൊണ്ട്. ഇനി ഇവിടെ നമ്മളൊരു ആംഗിൾ മാർക്ക് ചെയ്യുക. സപ്പോസ് ആ ആംഗിൾ നമ്മൾ തീറ്റയാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കുക അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? അതൊരു റേഷ്യോ ആണ് സൈൻ തീറ്റ എന്ന് പറയുന്നത് അല്ലെ? സൈൻ ഓഫ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം, ബൈ കർണം. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത്? ഇതാണ് സൈൻ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം. ഇതാണ് സൈൻ തീറ്റയുടെ അല്ലെങ്കിൽ തീറ്റയുടെ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ന്യൂസ് നമുക്ക് പറയാം. നമ്മൾ പഠിച്ച കാര്യമാണ് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അപ്പൊ ഈ സൈഡിനെ നമ്മൾ എന്താ പറയാ? സമീപവശം എന്ന് പറയും. തീറ്റയുടെ സമീപവശമാണ്. അതിനെ നമ്മൾ അഡ്ജസന്റ് സൈഡ് എന്ന് പറയും അല്ലെ? അപ്പൊ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എഴുതാം? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ശരിയല്ലേ? BC ബൈ AC എന്ന് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ കോസ് തീറ്റ എങ്ങനെ എഴുതാൻ പറ്റും? കോസ് തീറ്റ ഈക്വൽ ടു, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, സമീപവശം ബൈ കർണം അല്ലെ? അങ്ങനെയല്ലേ എഴുതുന്നത്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, സമീപവശം ബൈ കർണം എന്ന് എഴുതാം. ലാസ്റ്റ് ടാൻ തീറ്റ, ഇതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. ഇങ്ങനെ 3 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്, അതായത് തീറ്റ എന്ന് പറയുന്ന ആംഗിളിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? 3 നമ്പറുമായിട്ട് കണക്ട് ചെയ്ത് കൺവേർട്ട് ചെയ്യും. 3 കാറ്റഗറി നമ്പറിലേക്ക്, അതായത് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ ആയിട്ട് 3 ആംഗിൾസിനെ, ഈ ഒരു സിംഗിൾ തീറ്റനെ നമ്മൾ 3 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഇവിടെ കിട്ടുന്ന നമ്പർ അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്നത് എന്താണ്? കറസ്പോണ്ടിങ് നമ്പർ ആണ് അല്ലെ? സൈൻ തീറ്റ എന്ന് പറഞ്ഞ് കിട്ടുന്നത് തീറ്റയല്ല, ഒരു ആംഗിൾ അല്ല, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നമ്പർ ആണ്. ആ നമ്പർ എവിടുന്നാണ് നമുക്ക് കിട്ടുന്നത്? ഈ ലെങ്ത്തുകൾ ഉപയോഗിച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ആ നമ്പർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യാം. മാത്തമാറ്റിക്കലായിട്ട് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള 3 ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഇപ്പൊ നിങ്ങൾ കണ്ടു. സൈൻ, കോസ്, ടാൻ. ഇനി ബാക്കി ഒരു 3 കൂടെ നമ്മളിവിടെ എഴുതിയിട്ടില്ലേ? ഇതും നമ്മൾ പഠിച്ചതാണ്. കൊസീക്ക്, സീക്ക്, കോട്ട് എന്ന് വെച്ചാൽ എന്താ? കൊസീക്ക് എന്ന് പറയുന്നത്, കൊസീക്ക് തീറ്റ എന്ന് പറയുന്നത് 1 ബൈ സൈൻ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതാം. ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇങ്ങനെയല്ലേ എഴുതാം? അടുത്ത് നോക്കിക്കേ, ഇത് കൊസീക്ക് ആണ്. ഇനി കോസിന്റെ റെസിപ്രോക്കൽ ആണ് സീക്ക് അല്ലെ? സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? 1 ബൈ കോസ് തീറ്റ എന്ന് എഴുതും. അതെന്തായിരിക്കും? അപ്പോ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ് കോസ്. അപ്പൊ നമ്മളിവിടെ എഴുതേണ്ടത് ഹൈപ്പോട്ന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലെ? അതുപോലെ ലാസ്റ്റ് ടാൻ തീറ്റ,
അതിന്റെ നേരെ റെസിപ്രോക്കൽ ആണ് കോട്ട് തീറ്റ. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ 1/tan തീറ്റ എന്ന് എഴുതാം നമുക്ക്. അതെന്തായിരിക്കും? അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ 3 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും അതിന്റെ റെസിപ്രോക്കൽസും വിൽക്രമങ്ങളും നമ്മൾ കിട്ടി അല്ലെ? നമ്മൾ കണ്ടു ഏതൊക്കെയാണ്? സൈനും കോസും ടാനും അതിന്റെ റെസിപ്രോക്കൽസ് ആയിട്ടുള്ള കൊസീക്കം, സീക്കം, കോട്ടും. ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ? ഹൈറ്റ് കണ്ടുപിടിക്കാനും ലെങ്ത് കണ്ടുപിടിക്കാനും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ പല കാര്യങ്ങളിലായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് കുറച്ച് കൂടുതൽ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കേണ്ടത്. അപ്പൊ എന്താണ് അടുത്ത ഒരു ഭാഗം എന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനൊക്കെ ഓരോ സൈൻസ് പറയുന്നുണ്ട്. അതായത് ചിഹ്നങ്ങൾ. എവിടെ ചിഹ്നങ്ങൾ എവിടെയാണ് പറയുന്നത്? ക്വാഡ്രന്റ് വൈസ് സൈൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. എന്താണ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ? ഒരു പ്ലെയിനിനെ, ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു സ്ക്രീൻ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിനെ 2 ലൈൻസ് വരച്ചപ്പോ ഒരു എക്സ് എന്ന് പറയുന്ന ലൈനും വൈ എന്ന് പറയുന്ന ലൈനും, ലൈൻ എന്നല്ല നമ്മൾ പറയാറ്, നമ്മൾ എങ്ങനെയാ പറയാറ്? ആക്സിസ് എന്നാണ് പറയാറ് അല്ലെ? ആക്സിസ്, എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചപ്പോ ആ പ്ലെയിൻ എത്ര ഭാഗങ്ങളായിട്ട് ഡിവൈഡായി? 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡായി. ഇതാണ് ഫസ്റ്റ് ഭാഗം, ഇതാണ് സെക്കൻഡ് ഭാഗം, ഇതാണ് തേർഡ് ഭാഗം അല്ലെ? ഇതാണ് ഫോർത്ത് ഭാഗം. ഈ 4 ഭാഗങ്ങളെയും നമ്മൾ പറയുന്നത് എന്താണ്? ക്വാഡ്രന്റ്സ് എന്നാണ്. ഇതെല്ലാവർക്കും അറിയാലോ. ക്വാഡ്രന്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. 4 ക്വാഡ്രന്റ് ഉണ്ട്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. എപ്പോഴും ആന്റി ക്ലോക്ക് വൈസ് ആണ് നമ്മൾ പറയാം കേട്ടോ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അത് ശ്രദ്ധിക്കണം. അപ്പോ ഇവിടെ ഈ പറയുന്ന ക്വാഡ്രന്റുകളിലൊക്കെ ആംഗിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ 0 ഡിഗ്രി ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ആംഗിൾ കിട്ടുക അല്ലെ? പ്രൊട്രാക്ടറിലാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുക. അതിങ്ങനെ കറങ്ങി വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ആംഗിൾ എത്ര വരും? π/2, 90 ഡിഗ്രി അല്ലെ? π/2 അല്ലെങ്കിൽ 90 ഡിഗ്രി വരും. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇതുവരെ എത്തുമ്പോൾ എത്ര വരും? π ഡിഗ്രി അല്ലെങ്കിൽ π റേഡിയൻ അല്ലെങ്കിൽ 180 ഡിഗ്രി എന്ന് വരും അല്ലെ? ഇത് രണ്ടും ഒരേ മെഷറാണ് കേട്ടോ. 1 ഡിഗ്രി 1 റേഡിയൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി താഴേക്ക് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ അവിടെ 270 ഡിഗ്രിയോ അല്ലെങ്കിൽ 3π/2 റേഡിയനോ ആവും. പിന്നെയും ഇങ്ങനെ കറങ്ങി ഇതുവരെ എത്തുമ്പോൾ അവിടെ 2π റേഡിയനോ അല്ലെങ്കിൽ 360 ഡിഗ്രിയോ ആയിരിക്കും മെഷർമെന്റ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ 2 ലൈനുകൾ ഒരു പ്ലെയിനിനെ 4 ഈക്വൽ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. അത് 4 ക്വാഡ്രന്റ് ആയിട്ടാണ് നമ്മൾ പറയാ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ക്വാഡ്രന്റുകൾ. ഇനി ഈ ക്വാഡ്രന്റുകളിലൊക്കെ ഓരോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെയും സൈൻ ആണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടത്. ഈ ഫസ്റ്റ് ക്വാഡ്രന്റില് എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും എന്താണ്? പോസിറ്റീവ് ആണ്. ഓൾ പോസിറ്റീവ്. എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും പോസിറ്റീവ് ആണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ. അതായത് സൈനും കോസും സീക്കും കോട്ടും ടാനും കൊസീക്കും ഒക്കെ. സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്, ഈ 6 എണ്ണം എന്താണ്? പോസിറ്റീവ് ആണ് അല്ലെ? ഇനി അത് സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ സൈനും അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്കും മാത്രമാണ് എന്താവുന്നത്? പോസിറ്റീവ് ആവുന്നത്. ആരാണ് പോസിറ്റീവ് ആവുന്നത്? സൈനും അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്കും മാത്രമേ പോസിറ്റീവ് ആവുള്ളൂ സെക്കൻഡ് ക്വാഡ്രന്റിൽ. ബാക്കി വരുന്ന ആളുകളൊക്കെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി തേർഡ് ക്വാഡ്രന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാനും അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കോട്ടും മാത്രമാണ് പോസിറ്റീവ് ആവുന്നത്. ബാക്കി വരുന്ന ആളുകൾ സൈൻ, കോസ്, കൊസീക്ക്, സീക്ക് ഇതൊക്കെ എന്താവും? നെഗറ്റീവ് ആവും. അതുപോലെ തന്നെ ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ ഇനി ബാക്കി ആരാളുള്ളത്? കോസും സീക്കും മാത്രമാണ് പോസിറ്റീവ് ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാവരും, അതായത് സൈനും കൊസീക്കും ടാനും കോട്ടും ഒക്കെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട ക്വാഡ്രന്റ് വൈസ് സൈൻ. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ക്വാഡ്രന്റ് വൈസ് സൈൻ നമ്മൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. ഇതിന് നമ്മളൊരു വേർഡ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി അല്ലെ? ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഇവിടെ ഓൾ സ്റ്റാൻഡ്സ് ഫോർ എ, ഓൾ സ്റ്റാൻഡ്സ് ഫോർ ഓൾ, അങ്ങനെ തന്നെ വിചാരിക്കുക. എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും ഇവിടെ ഇത് ഓരോ ക്വാഡ്രന്റ് ആണ് കേട്ടോ. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഇവിടെ എല്ലാം ഇവിടെ സൈൻ എസ് സ്റ്റാൻഡ്സ് ഫോർ സൈൻ എന്ന് പറഞ്ഞാൽ കൊസീക്കും കൂടെ ഓർത്ത് വെച്ചോളണം. അതുപോലെ ടേക്ക്, ടി സ്റ്റാൻഡ്സ് ഫോർ ടാൻ അല്ലെ? ടാൻ പറഞ്ഞാൽ അതിന്റെ കൂടെ കോട്ടും കൂടെ ഓർത്ത് വയ്ക്കുക. പിന്നെ ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ കോസ്, അതിന്റെ കൂടെ സീക്കും കൂടെ ഓർത്ത് വയ്ക്കുക. ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റിലെല്ലാം
സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്ക, തേർഡ് ക്വാഡ്രന്റിൽ ടാൻ അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കോട്ട, ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക്ക, എല്ലാം എന്തായിരിക്കും ഇതിൽ പോസിറ്റീവ് ആയിരിക്കും. ഈ പറയുന്ന പോലെയാണ് അതിന്റെ ആ സൈൻ ഓർഡർ. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഓരോ ക്വാഡ്രന്റിലും ഓരോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെയും സൈൻ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ സൈൻ, കോസ്, ടാൻ എന്ന് പറയുന്ന 3 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് നമ്മൾ പഠിച്ചിരിക്കുക. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, അറിയില്ലെങ്കിൽ പുതുതായിട്ട് പഠിക്കാം. ഏതൊക്കെ വാല്യൂസാണ് പഠിക്കേണ്ടത്? ഒന്ന് 0 ഡിഗ്രി പഠിക്കണം അല്ലേ, 0 ഡിഗ്രി 0 റേഡിയൻ. അല്ലെങ്കിൽ രണ്ടാമത്തെ വാല്യൂ പറഞ്ഞാൽ π/6 റേഡിയൻ ആണ്. ആ π/6 റേഡിയനെ നമുക്ക് എന്തായിട്ട് പറയാം? 30 ഡിഗ്രി ആയിട്ട് പറയാം അല്ലേ. അതുപോലെ π/4 റേഡിയൻ അല്ലെങ്കിൽ 45 ഡിഗ്രി. പിന്നെ π/3 60 ഡിഗ്രി. ഓക്കെ, പിന്നെ π/2 90 ഡിഗ്രി. പിന്നെ പൈ റേഡിയൻ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി ആണ്. 3π/2 എന്ന് പറഞ്ഞാൽ 270 ഡിഗ്രി ആണ്. അതുപോലെ 2π എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. ഇതിനൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് ഉണ്ട്, അത് നമ്മൾ പഠിച്ചു വയ്ക്കുക. ആദ്യം തന്നെ സൈനിന്റെ വാല്യൂ ആണ്. സൈൻ 0 വരുന്നുണ്ട്. സൈൻ π/6 അല്ലെങ്കിൽ സൈൻ 30 പറഞ്ഞാൽ 1/2 ആണ്. സൈൻ π/4 1/√2. സൈൻ π/3 √3/2. സൈൻ π/2 1 വരും. ഇനി ഇത് തന്നെ നേരെ തിരിച്ച് ഇവിടെ ബാക്കിയുള്ള വാല്യൂസ് നമുക്ക് പറയാം. അതിന് മുമ്പ് കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. കോസ് 30 ഡിഗ്രി ആണ്. π/6 ആണ് √3/2. കോസ് 45 ആണ് 1/√2. ആൻഡ് കോസ് π/3 അല്ലെങ്കിൽ കോസ് 60 ആണ് 1/2 വരുന്നത്. ആൻഡ് 90 ഡിഗ്രി, കോസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0 ആണ് വാല്യൂ. ഓക്കെ, ഇനി ഇത് രണ്ടും തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടാൻ കിട്ടുകയും ചെയ്യും. സൈൻ ബൈ കോസ് ആണ് ടാൻ. അപ്പോൾ 0/1 എന്ന് പറയുമ്പോൾ 0 വരും. 1/2/√3/2 എന്ന് പറഞ്ഞാൽ 1/√3 വരും. 1/√2/1/√2 1 എന്ന് വരും. √3/2/1/2 എന്ന് പറയുന്നത് √3 എന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് മനസ്സിലായി. 90 ഡിഗ്രി വരെയുള്ള എല്ലാ വാല്യൂസും നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ 1/0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ് കേട്ടോ. ടാനിൻ്റെ കേസിൽ നമുക്കറിയാം സൈൻ ബൈ കോസ് ആണ് ടാൻ, അതുകൊണ്ട് തന്നെ 1/0 ആണ് ടാൻ 90 എന്ന് പറയാം. അത് നോട്ട് ഡിഫൈൻഡ് ആണ്, അത് ഓർത്ത് വെച്ചോളൂ. പിന്നെ സൈൻ പൈ ഡിഗ്രി അല്ലെങ്കിൽ സൈൻ പൈ റേഡിയൻ അല്ലെങ്കിൽ 180 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അതുപോലെ സൈൻ 3π/2 എന്ന് പറയുന്നത് -1 ആണ്. സൈൻ 2π എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ തന്നെ കോസിന്റെ കേസ് വരികയാണെങ്കിൽ കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 വരും. കോസ് 3π/2 എന്ന് പറയുമ്പോൾ 0 വരും. അതുപോലെ കോസ് 2π എന്ന് പറഞ്ഞാൽ 1 വരും. പിന്നെ ടാൻ 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് 0 ആണ്. ടാൻ 3π/2 നോട്ട് ഡിഫൈൻഡ് ആണ്. π/2s ഒക്കെ നോൺ ഡിഫൈൻഡ് ആയിരിക്കും കേട്ടോ ടാൻ. പിന്നെ ടാൻ 360 ഡിഗ്രി അല്ലെങ്കിൽ 2π എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, ഇത് ഇങ്ങനെ കാണാതെ പഠിക്കുന്നതിനേക്കാളും നമുക്ക് എളുപ്പം നമുക്ക് സൈനിൻ്റെയും കോസിൻ്റെയും വാല്യൂ ഒന്ന് എഴുതി വെച്ച് മനസ്സിലാക്കാം. സൈൻ കോസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ്. സൈനിൻ്റെ വാല്യൂ ആണ് ഞാൻ എഴുതണേ. 0, 1/2, 1/√2, √3/2 ആൻഡ് 1. ഇത്രയും വാല്യൂസ് ഞാൻ എഴുതി. ഇത് തന്നെ നേരെ തിരിച്ചു എഴുതാം. തിരിച്ചെഴുതുകയെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ എഴുതണം. 0, 1/2, 1/√2, √3/2 ആൻഡ് 1. ഇവിടുന്ന് അങ്ങോട്ട് എഴുതിയ പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് എഴുതാം. അപ്പോൾ സൈനിൻ്റെയും കോസിൻ്റെയും വാല്യൂ നമുക്ക് ഈ കാണുന്ന ടേബിൾ വാല്യൂസ് കിട്ടി. അതായത് ഇത് 0 ഡിഗ്രി ആണ്, ഇത് 30 ഡിഗ്രി ആണ്, ഇത് 45 ഡിഗ്രി ആണ്, ഇത് 60 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്. ഓക്കെ, അങ്ങനെ പഠിച്ചു വെക്കുക. അതല്ലെങ്കിൽ മറ്റൊരു വഴിയുള്ളതെന്ന് വെച്ചാൽ 0, 0, 1, 1, 1/√2, 1/√2. ഇനി ഇവിടെ 1/2, ഇവിടെ 1/2, ഇത് √3/2, ഇത് √3/2. ഇങ്ങനെയും നിങ്ങൾക്ക് എന്തിൻ്റെ വാല്യൂസ് പഠിക്കാം? സൈനിൻ്റെയും കോസിൻ്റെയും വാല്യൂസ് പഠിക്കാം. ഈ വാല്യൂസ് നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. ഇത് യൂസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസും പല പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ഇടയ്ക്കൊക്കെ ആവശ്യം വരുന്നൊരു സാധനമാണ് ഈ വാല്യൂസ്. അപ്പോൾ അത് കൃത്യമായിട്ടും ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡൻറ്റിറ്റീസ്, ഒരു 3 ഐഡൻറ്റിറ്റീസ് ബേസിക് ആയിട്ടുള്ളത് പറയാം. അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. എന്നിട്ട് മറ്റ് കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഇവിടെ ഐഡന്റിറ്റീസ് നോക്കുക. നിങ്ങൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഐഡന്റിറ്റീസ് ആണ്. sin square x plus cos square x equal to 1. sin square x plus cos square x equal to 1. ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും നോക്കിക്കേ. ഇതൊന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് നമുക്ക് sin square x എന്താണെന്ന് എഴുതാലോ. sin square x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 minus cos square x ആണ് അല്ലേ. അതുപോലെ തന്നെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ cos square x അവിടെ നിർത്തിയാൽ
കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റും? 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ പറ്റില്ലേ? 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡന്റിറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് എത്ര എണ്ണം കിട്ടി? 2 കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടി. അതുപോലെ മറ്റുള്ള 2 നിന്നും ഇതുപോലെ അഡീഷണൽ ഐഡന്റിറ്റീസ് നമുക്ക് കിട്ടും. അടുത്ത് നോക്കിയേ, ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എന്തായി? സീക്ക് സ്ക്വയർ എക്സ് ആയി. എങ്ങനെയാണ് ഈ ഐഡന്റിറ്റി കിട്ടുന്നത്? ഈ കാണുന്ന ഐഡന്റിറ്റി ഉണ്ടല്ലോ, സൈൻ സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അതിനെ നമ്മൾ ത്രൂ ഔട്ട് എന്ത് ചെയ്യുക? ഇപ്പോൾ നോക്കാം, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഐഡന്റിറ്റീനെ നമ്മൾ കോസ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കൂ. ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ. അപ്പോൾ എന്താ നമുക്ക് സംഭവിക്കുക? സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ ആണല്ലോ, അപ്പോൾ ടാൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. പ്ലസ് കോസ് സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് 1 ആവും. ഈക്വൽ ടു 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് ആണ്. അങ്ങനെയാണ് നമുക്ക് ഈ ഐഡന്റിറ്റി കിട്ടിയത്. ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എന്ത് വരും? സീക്ക് സ്ക്വയർ എക്സ് എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എഴുതാം? ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഐഡന്റിറ്റി എടുക്കാം. സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. അതുപോലെ തന്നെ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് എന്തായിട്ടും എഴുതാം? ടാൻ സ്ക്വയർ എക്സ് ആയിട്ടും എഴുതാം. അപ്പോൾ ഇതും ഒരു ഐഡന്റിറ്റി ആണ്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ നിന്ന് കിട്ടുന്ന ഐഡന്റിറ്റീസ് ആണ്. അതുപോലെ തന്നെ കോട്ട് സ്ക്വയർ എക്സ് പ്ലസ് 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞൊരു ഐഡന്റിറ്റി ഉണ്ട്. അതും നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഈ ഫസ്റ്റ് കേസിൽ നിന്ന് തന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിക്കേ. ഞാനിവിടെ എഴുതാം, സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഈക്വൽ ടു 1 അല്ലേ. ഇതിനെ നമ്മൾ സൈൻ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ. അപ്പോൾ എന്താ കിട്ടാന്ന് നോക്കിയാൽ സൈൻ സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ 1 എന്ന് വരും അല്ലേ. പ്ലസ് കോസ് സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോട്ട് സ്ക്വയർ അല്ലേ, കോട്ട് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. അതുപോലെ തന്നെ 1 ബൈ സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താവും? കൊസീക്ക് സ്ക്വയർ എക്സ് ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്ന മറ്റ് 2 ഐഡന്റിറ്റീസ് നമുക്ക് ഇവിടെ എഴുതാം. എന്താണ്? കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതുപോലെ തന്നെ മറ്റെന്ത് എഴുതാൻ പറ്റും? കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് കോട്ട് സ്ക്വയർ എക്സ് ആയിട്ടും എഴുതാം. അങ്ങനെ ഐഡന്റിറ്റീസ് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഐഡന്റിറ്റീസ് ഒക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞത്? ഈ ഒരു ക്ലാസ്സിൻ്റെ കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? നമ്മൾ പറഞ്ഞ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു അല്ലേ. 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ഡെഫിനിഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണോ. ഞാൻ നേരത്തെ റെസിപ്രോക്കലൂടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ് ടാൻ തീറ്റ. അതുപോലെ തന്നെ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോട്ട് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റയാണ് എന്ത്? കോട്ട് തീറ്റ എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ കാണുന്ന 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും അതിൻ്റെ ഡെഫിനിഷൻസും നമ്മൾ ഓർത്ത് വയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ സൈൻ പഠിച്ചു. ക്വാഡ്രന്റ് വൈസ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ സൈൻ പഠിച്ചു. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കുമാണ് പോസിറ്റീവ് ആവുന്നത്. തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും ആണ് പോസിറ്റീവ് ആവുന്നത്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും സീക്കും ആണ് പോസിറ്റീവ് ആവുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. അതിനുവേണ്ടി നമ്മളൊരു വേർഡും പഠിച്ചിട്ടുണ്ട്. ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി അല്ലെങ്കിൽ ഓൾ സിൽവർ ടീ കപ്സ്. അങ്ങനെ പല കേസുകളിലും നമുക്ക് പറയാം. ASTC എന്നും പറയാറുണ്ട്. ASTC ഓൾ സൈൻ ടാൻ കോട്ട് അല്ലെങ്കിൽ കോസ്. ഓക്കെ, ASTC അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ ക്വാഡ്രന്റ് വൈസ് സൈൻ നമ്മൾ പഠിച്ചു വയ്ക്കുക. പിന്നെ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് വാല്യൂസ്, ഏതൊക്കെ വാല്യൂസ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ആ വാല്യൂസ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും വാല്യൂസ് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ തന്നെ റെസിപ്രോക്കൽസ് ആണ് എന്താ? മറ്റുള്ള കൊസീക്കും സീക്കും കോട്ടും ഒക്കെ അല്ലേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ വാല്യൂസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡന്റിറ്റീസ് നമ്മൾ പറഞ്ഞു, 3 എണ്ണം. ആ 3 എണ്ണത്തിൽ നിന്ന് എഴുതാൻ പറ്റുന്ന മറ്റ് 2 ഐഡന്റിറ്റീസ്, ഒന്നിൽ നിന്ന് ബാക്കി 2 എണ്ണം കൂടി എഴുതാൻ പറ്റും. അത്രയും ഐഡന്റിറ്റീസ് നിങ്ങൾ പഠിച്ചു വെക്കുക. കാണാതെ പഠിക്കുന്നതിനേക്കാളും നല്ലത് എങ്ങനെ കിട്ടുന്നു എന്ന് പഠിച്ചാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യേണ്ടത് ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ വാല്യൂ തന്നിട്ട് അത് ഇന്നൊരു ക്വാഡ്രന്റിലാണ് ആ ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ആംഗിൾ അല്ലെങ്കിൽ ആ എക്സ് സൈൻ എക്സ് തന്നിട്ട് എക്സ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, സെക്കൻഡിലാണ്, തേർഡിലാണ്, ഫോർത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള, അതാണ് ഇതിനകത്ത് ബേസിക് ആയിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത വീഡിയോയിൽ തൊട്ടടുത്ത പാർട്ടിൽ നിങ്ങൾക്ക് അത് കാണാം. ഒരുപാട് കാര്യങ്ങൾ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആവും വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് കാണാനൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് മാക്സിമം ഒരു അരമണിക്കൂറിൽ വരുന്ന വീഡിയോകളായിട്ട് നമുക്ക് ഈ ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക?
സയൻഷ്യ കുന്നംകുളം എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻസ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ചാനലിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇത് പഠിക്കുക, ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.